നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. പക്ഷവാത രോഗിക്ക് സൗഖ്യം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദിയയിലുമുള്ള സകല ഗ്രാമങ്ങളിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവനെ അകത്ത് കൊണ്ടുചെന്ന് അവന്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ടുചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുറമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന് മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും, ദൈവദൂഷണം പറയുന്ന ഇവൻ ആർ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ചിന്തിച്ചു തുടങ്ങി. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞ് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നുവെന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചുവെങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ ഉടനെ അവർ കാണുക എഴുന്നേറ്റ് താൻ കിടന്ന കിടക്ക എടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ഒരു പക്ഷവാത രോഗിക്ക്, ഒരു വശം തളർന്നുപോയ ഒരു മനുഷ്യന് സൗഖ്യം നൽകുകയാണ്. സെർബ്രൽ ഹെമറേജ് എന്ന് പറയും. മസ്തിഷ്ക ആഘാതമാണ്. തലച്ചോറിന് വരുന്ന ക്ഷതം കൊണ്ടാണ് കൈയും കാലും തളരുന്നത്. അതിന് ഫിസിയോതെറാപ്പിയൊക്കെ കൊണ്ടും ചികിത്സ കൊണ്ടും ഒക്കെ അല്പഭേദം വരുത്തുവാനൊക്കെ ഈ ആധുനിക കാലത്ത് കഴിയുമെങ്കിലും പൂർണ്ണമായ ഒരു വിടുതൽ, പഴയതുപോലുള്ള ഒരാരോഗ്യം ഉണ്ടാകുക ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇവിടെ കർത്താവ് ഒരു നിമിഷം കൊണ്ട് സൗഖ്യം നൽകുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ ഒരു കിടക്കയിലാണ് എടുത്തുകൊണ്ട് വന്നത്. ആ കിടക്ക ചുമന്നുകൊണ്ട് പോകാനുള്ള ബലം ഒറ്റ നിമിഷം കൊണ്ട് യേശു നൽകുകയാണ്. ഈ കപ്പർന്നഹൂമിലെ വീട്ടിൽ ഗലീലയിൽ നിന്ന് മാത്രമല്ല, യഹൂദയിൽ നിന്നും പരീശന്മാരുൾപ്പെടെ അല്ലെങ്കിൽ സാധുക്കരുൾപ്പെടെ ഉള്ള ആളുകൾ യേശുവിനെ കുറ്റം ചുമത്തുവാൻ ശ്രമിക്കുന്നവർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു വലിയ പുരുഷാരം ഉണ്ടായിരുന്നത് കൊണ്ട് ഈ പക്ഷവാത രോഗിയെ, 4 പേർ ചുമന്നുകൊണ്ട് വന്ന ഈ രോഗിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് അവർ വീടിൻ്റെ സ്റ്റെയർ കേസ് വഴി ഓടിച്ചെന്നു. യഹൂദന്മാരുടെ വീടുകളുടെ വീടിന് പുറത്താണ് സ്റ്റെയർ കേസ്. കാരണം അവരുടെ കച്ചി ഉണങ്ങാനും ചണം ഉണങ്ങാനും ഗോതമ്പും അതുപോലെ ഒക്കെയുള്ള ധാന്യങ്ങൾ ഉണങ്ങാനും തുണികൾ ഉണങ്ങാനും വിറക് സൂക്ഷിക്കാനും ഒക്കെയുള്ള അതിനുവേണ്ടിയാണ് ഈ മേൽത്തട്ടുള്ളത്. ഇത് നമ്മുടെ നാട്ടിലെ പോലെ ഈ ഓട് പാകിയതല്ല, മറിച്ച് ഈ സ്ലേറ്റ് കല്ലുകൾ പോലെയുള്ള കൽപ്പാളികൾ പാകിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ കൽപ്പാളികളിൽ ഒന്നോ രണ്ടോ ഇളക്കിയാൽ ഈ മനുഷ്യനെ താഴേക്ക് ഇറക്കാം. ഈ വീടിന് വലിയ പൊക്കമില്ല, ഹൈറ്റില്ല. രണ്ടാമത് വളരെ വീതിയില്ല. ഈ കൽപ്പാളികൾ മുകളിൽ നിരത്തുന്നുമുണ്ട്. എന്തായാലും അവർ വിശ്വാസത്തോടെ യേശു ഉപേക്ഷിക്കുകയില്ല, ക്രമപ്രശ്നമൊന്നും ഉന്നയിക്കുകയില്ല എന്ന് ഉള്ള വിശ്വാസത്തിൽ ഇവനെ ആ തുപ്പട്ടി പോലെയുള്ള അല്ലെങ്കിൽ ചേളാകം പോലെയുള്ള ആ ബെഡിൽ താഴേക്കിറക്കി. വേറെ ആരായിരുന്നാലും ഇത് എന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഈ വീടിന് മേൽപ്പൂര പൊളിച്ചത് ശരിയായോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ യേശുവിനറിയാം, ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ കളി കാണാൻ നിൽക്കുകയാണ്.
ഇത് ജെനുവിൻ കേസാണെന്ന് യേശുവിനറിയാം. യേശു എന്താ പറഞ്ഞത്? നിന്റെ പാപം മോചിച്ചു വന്നിരിക്കുന്നു. നമ്മളാണെങ്കിൽ പറയും, കർത്താവേ, അവൻ അത്ര പാപിയൊന്നുമല്ല, ഞങ്ങൾ പാപമോചനത്തിന് കൊണ്ടുവന്നതല്ല, അവന് അസുഖക്കാരനാണ്, ഒരു വശം തളർന്ന അസുഖമാണ് എന്നൊക്കെ പറയാൻ ശ്രമിക്കും. അവരൊന്നും പറഞ്ഞില്ല, ഈ മനുഷ്യനും പറഞ്ഞില്ല. പക്ഷേ ഈ കളി കാണാൻ നിൽക്കുന്ന ആളുകൾ അവർ തമ്മിൽ പറഞ്ഞു, എന്തൊരു ദൈവദൂഷണം, ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കാൻ കഴിയുന്നവൻ ആര്? രോഗസൗഖ്യം നൽകാനൊക്കെ കഴിയുന്നവർ കണ്ടേക്കാം എന്ന് അവർ തമ്മിൽ ഇങ്ങനെ പറഞ്ഞു. യേശു അവരുടെ ഈ പിറുപിറുപ്പ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, നിന്റെ പാപം മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം? പറയാൻ എളുപ്പം ഏതാണെന്ന് എന്നല്ല, അക്ഷരങ്ങൾ കുറവുള്ളത് ഏതാണെന്നല്ല, മറിച്ച് ഇതിലേതാണ് മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത്, ഏതാണ് ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ ഉള്ളിൽ ചിന്തിക്കുന്നു, പാപമോചനം കൊടുക്കാൻ ദൈവത്തിനേ പറ്റൂ. ആകട്ടെ, ഇത് ആർക്കെങ്കിലും സാധിക്കുമോ? ഈ 4 പേർ ചേർന്ന് ചുമന്നുകൊണ്ട് വന്ന ഈ മനുഷ്യനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് ഒരാൾ പറയുമ്പോൾ, അങ്ങനെ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കത്തക്കവണ്ണം ഇവന് ബലം നൽകാൻ പറ്റുന്ന ആരെങ്കിലും മനുഷ്യരിൽ ഉണ്ടോ എന്നാണ് ചോദ്യം. ഏതാണ് എളുപ്പം? എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുമ്പോൾ അവിടെ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുന്നെങ്കിൽ അത് എളുപ്പമായ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യവും പാപമോചനം മാത്രം ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്ന കാര്യവും എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? രണ്ടും ദൈവത്തിനെ സാധിക്കൂ. അതുകൊണ്ട് പാപം മോചിപ്പാൻ അധികാരം തനിക്കുണ്ട്, അല്ലെങ്കിൽ താൻ ദൈവമാണ് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് പക്ഷപാതക്കാരനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാം. പാപമോചനം നൽകിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് അത് ആന്തരികമാണ്. പാപമോചനം കിട്ടിയോ ഇല്ലയോ എന്ന് ഈ രോഗിക്കും അറിയത്തില്ല, കൊണ്ടുവന്നവർക്കും അറിയത്തില്ല, ചുറ്റും നിൽക്കുന്നവർക്കും അറിയത്തില്ല. ആണ് ഇതകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ രണ്ടാമത് പറയുന്ന കാര്യം അങ്ങനെ തന്നെ നടക്കുന്നെങ്കിൽ ഒന്നാമത്തേത് നടന്നിട്ടുണ്ട്. രണ്ടും ദൈവത്തിനെ ചെയ്യാൻ കഴിയും. യേശു രണ്ടാമത് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാം. അവന് എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാൻ പ്രാപ്തി ഉണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് ഒരു കൺക്ലൂഷനിലെത്താം, ആദ്യത്തേതും വെറും പോഷ്കായിരുന്നു, അബദ്ധമായിരുന്നു എന്ന്. എന്നാൽ ഉത്തരക്ഷണത്തിൽ ആ മനുഷ്യൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടന്നു. അവന് റൂഫിൽ കൂടെയാണ് താഴേക്ക് വന്നതെങ്കിലും, തട്ടിൽ നിന്നാണ് താഴേക്ക് വന്നതെങ്കിലും ഇപ്പോൾ അവന് വേണ്ടി ആളുകൾ വഴി കൊടുക്കുകയാണ്. ആ വീടിൻ്റെ വാതായനങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടുകയാണ്. അവന് മാന്യനായിട്ട് കിടക്കയെടുത്ത് അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പാപമോചനം കൊടുക്കാൻ അധികാരമുണ്ടെന്ന് വിചാരിക്കുന്ന ചില മനുഷ്യരുണ്ട്. അത് പത്രോസിനോട് യേശു പറഞ്ഞ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പത്രോസിനോട് യേശു പറഞ്ഞു, നീ ആരുടെ പാപം നിർത്തുന്നുവോ നിർത്തപ്പെട്ടിരിക്കും, നീ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെട്ടിരിക്കും. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരുടെ മേൽ ഊതിക്കൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങളാരുടെ പാപം നിർത്തുന്നുവോ നിർത്തപ്പെട്ടിരിക്കും, നിങ്ങളാരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെട്ടിരിക്കും. അപ്പോൾ പത്രോസിനോട് മാത്രമല്ല, തൻ്റെ ശിഷ്യന്മാരോടും കൂടെയാണ് പറഞ്ഞത്. എന്തതിൻ്റെ അർത്ഥം? അതായത് പാപമോചനത്തിൻ്റെ സുവിശേഷം നിങ്ങളാണ് പ്രസംഗിക്കേണ്ടത്. നിങ്ങൾ പ്രസംഗിക്കുന്നതാണ് ആളുകൾ പാപമോചനം പ്രാപിക്കുകയോ പ്രാപിക്കാതിരിക്കുകയോ ചെയ്യുന്നത്. നിങ്ങളുടെ വാക്കുകളെ വിശ്വസിക്കുന്നവരാണ് പാപമോചനം പ്രാപിക്കുന്നത്. നിങ്ങളുടെ വാക്കുകളെ വിശ്വസിക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്, പാപമോചനം പ്രാപിക്കുന്ന ദൈവമക്കളാകുന്നത്. അവരാണ് സ്വർഗത്തിന് അവകാശികളാകുന്നത്. നിങ്ങളുടെ ഈ സുവിശേഷം ആളുകൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവർ നരകത്തിൽ പോകുകയല്ലാതെ വേറെ മാർഗമില്ല. അവർക്ക് അവരുടെ പാപം മോചിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് പാപമോചനത്തിൻ്റെ ഏക വഴിയായ ആ സുവിശേഷം ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്നു, അതേ ഉള്ളൂ. അതല്ലേ പത്രോസ് പെന്തക്കോസ്താളിൽ പ്രസംഗിച്ചത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ ശാനമേൽക്കുക യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, അപ്പോൾ പാപമോചനം ലഭിക്കും. അല്ലാതെ ഞാൻ പാപമോചനം തരാമെന്ന് പത്രോസ് പറഞ്ഞില്ലല്ലോ. കൊർന്നേലിയോസിന്റെ വീട്ടിലും ഞാൻ പാപമോചനം തരാമെന്ന് പറഞ്ഞില്ലല്ലോ. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ ഞങ്ങളോട് കൽപ്പിച്ചു എന്നാണ് പത്രോസ് കൊർന്നേലിയോസിനെ വീട്ടിൽ പറയുന്നത്. പാപമോചനത്തിന് അധികാരമുണ്ട് എന്ന് പറയുന്ന ആളുകളോട് വളരെ വിനയമായി ഞാനൊരു കാര്യം പറയുകയാണ്. നിങ്ങൾക്ക് ഒരു പക്ഷപാത രോഗിയെ ഇതുപോലെ എഴുന്നേൽപ്പിച്ച് നടത്താൻ ഒറ്റ നിമിഷം കൊണ്ട് സാധിക്കുമോ? ഇന്ന് പാപമോചനം കൊടുക്കുന്ന ആളുകൾ അതിനുള്ള അധികാരം അവർക്കുണ്ടെന്ന് ഇങ്ങനെ തെളിയിക്കണം. യേശു തെളിയിച്ചല്ലോ, അത് തെളിയിക്കണം. അത് പറ്റുമോ? ഇല്ല.
എങ്കിൽ ഇത് പാപമോചനം കിട്ടിയിരിക്കുന്നു എന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം, അവർക്കെങ്ങനെ അറിയാം? ഏതായാലും ഒരു കാര്യം സത്യമാണ്, മനുഷ്യനാൽ പാപമോചനം കിട്ടിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾ പണ്ടത്തെ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതം നയിക്കുന്നില്ല. പണ്ട് പുകവലിക്കുമെങ്കിൽ പിന്നെയും വലിക്കും, പണ്ട് മദ്യപിക്കുമെങ്കിൽ പിന്നെയും മദ്യപിക്കും, പണ്ട് കോപമുണ്ടെങ്കിൽ പിന്നെയും കോപമുണ്ട്, പണ്ട് അസൂയ ഉണ്ടെങ്കിൽ പിന്നെയും അസൂയുണ്ട്, പണ്ട് വൈരാഗ്യമുണ്ടെങ്കിൽ പിന്നെയും വൈരാഗ്യമുണ്ട്. അപ്പം അതുകൊണ്ട് പ്രത്യക്ഷമായ ഒരു വ്യത്യാസവും അവർ നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് ഇന്നത്തെ ഈ പാപമോചന പ്രഹസനമൊന്നും ശരിയല്ല, ബൈബിളിലുള്ളതല്ല. അത് ബൈബിളിൻ്റെ ഒരു വാക്യത്തിൻ്റെ ഒരു ദുർവ്യാഖ്യാനം കൊണ്ടുണ്ടായതാണ്. യേശു ജീവിക്കുന്നു, നമുക്ക് വേണ്ടി കുരിശിൽ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയായ നരകമേറ്റ് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഒറ്റ നിമിഷം കൊണ്ട് പാപമോചനം നൽകി അവരെ ദൈവമക്കളാക്കുന്നു. അത് ലക്ഷങ്ങളുടെ അനുഭവമാണ്. അവർക്ക് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. മദ്യത്തിൽ നിന്ന്, പുകവലിയിൽ നിന്ന്, കഞ്ചാവിൽ നിന്ന്, അല്ലെങ്കിൽ അസൂയയിൽ നിന്ന്, കോപത്തിൽ നിന്ന് അവർക്ക് വ്യത്യാസമുണ്ടായി. അവർക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും ദയവും ദീർഘക്ഷമയും പരോപകാരവും വിശ്വസ്തതയും ഇന്ദ്രിയജയം ഉണ്ടാകുന്നു. അതുകൊണ്ട് യേശു പാപമോചനം നൽകുന്നു എന്നുള്ളത് ശരിയാണ്. ആ യേശുവിനെ സ്നേഹിക്കുവാൻ, അനുസരിക്കാൻ, ആരാധിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.